ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം, അതിലെ തത്വാർത്ഥങ്ങള്, നാമാർത്ഥങ്ങള്, ഇതിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ തത്വാർത്ഥങ്ങളിലേക്ക്, അതായത് ഓരോ നാമങ്ങളായിട്ട് എടുക്കുന്നത് നാമാർത്ഥം എന്നാണ് പറയുന്നത്. തത്വാർത്ഥം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നാമാർത്ഥങ്ങളിലോട്ട് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അതിനെ 14 അധ്യായമായിട്ട് നമ്മൾ തിരിക്കും. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ 14 അധ്യായത്തിൽ തന്നെ ഓരോ അധ്യായത്തിലും ഇത്രയും നാമങ്ങൾ ഉണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മൾ ലളിതാ സഹസ്രനാമം പഠിക്കുക. അപ്പൊ നാമാർത്ഥത്തിലോട്ട് കയറുന്നതിന് മുമ്പേ എന്താണ് നമുക്ക് ഈ ദേവിയെ കുറിച്ച് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ നമ്മളിപ്പോ ഓൾറെഡി പല പല ഇൻട്രൊഡക്ഷൻ ചെയ്തു. എത്ര ചെയ്താലും സമുദ്രം പോലെ, ആകാശം പോലെ, ആദിയും അന്തവും ഇല്ലാത്ത അമ്മയെ കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും ഒരിക്കലും അത് ഒരു എന്താ പറയാ, ഒരു മൺതരിയുടെ അത്ര പോലും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് ഈ ചെറിയ ബുദ്ധിയിൽ അമ്മയെ കൂടുതൽ കൂടുതൽ അറിയാനും അമ്മയുമായിട്ട് അടുക്കാനും ആ പാദപത്മങ്ങളില് പൂർണ്ണമായ ശരണാഗതി ചെയ്യാനും വേണ്ടി മാത്രമാണ് ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം അമ്മയെക്കുറിച്ച് പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ അതൊരു റെപ്പറ്റീഷൻ ആയിട്ടോ, ചിലപ്പോൾ നമുക്കതൊരു എന്താ പറയാ, വീണ്ടും പറഞ്ഞത് പറയുന്നു എന്നൊക്കെ തോന്നാം. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെ മാറ്റി ഇപ്പൊ വേദങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഉപനിഷത്തുകൾ മാറ്റാൻ പറ്റില്ല. പറഞ്ഞവര് പല രീതിയിൽ അവരുടെ ബോധതലത്തിൽ വരുന്ന പോലെ, അവരുടെ അറിവ്, അവരുടെ ഉപാസന അനുസരിച്ച് നമ്മൾ ദേവിയെ കണ്ടുപോകുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ചിലപ്പോ ദേവിയുടെ ചില കാര്യങ്ങളൊക്കെ എത്ര പറഞ്ഞാലും പുതിയതാണ്. ഒരിക്കൽ കേട്ടത് കൊണ്ടോ 1000 തവണ കേട്ടത് കൊണ്ടോ ആ പാപങ്ങളെല്ലാം നശിച്ചു പോവുകയുള്ളൂ. നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ ശരീരം ശുദ്ധമാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അമ്മയെക്കുറിച്ച് അറിയാൻ പറ്റുന്ന രീതിയിൽ എല്ലാം അറിഞ്ഞു വേണം അമ്മയുടെ നാമങ്ങളെ ഓരോന്നും പ്രകീർത്തിച്ചുകൊണ്ട് ആ 1000 നാമങ്ങള് നമ്മുടെ 1000 വഴികളായിട്ട് ദേവിയുടെ പല 1000 വഴികളിലൂടെ അമ്മയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലളിതാ സഹസ്രനാമത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഈ ശക്തി ആരാണ്? പ്രപഞ്ചത്തിന്റെയും എന്റെയും ശക്തിയുടെ ഒരു പ്രഭവ സ്ഥാനമായിട്ട് വർത്തിക്കുന്നവൾ. ആ ശക്തി ആരാണ്? എവിടെ ഇരിക്കുന്നു? ഇതൊക്കെ നമ്മുടെ ഉള്ളില്, ഒരു സാധാരണ വ്യക്തിയുടെ ഉള്ളില് തോന്നാവുന്ന സംശയങ്ങളാണ്. ഒരു ഗ്രാമത്തില് 6 കുരുടന്മാര് ആനയെ കാണാൻ പോയി. ഇതൊരു കഥയാണ്, നമ്മൾ കേൾക്കാറുണ്ട്. എപ്പോഴും ഇങ്ങനെ ഒരു ഫ്ലോക്ക് ടെയില് പോലെ പറയാറുണ്ട്. ഒരാള് തുമ്പിക്കൈ കണ്ട് തൊട്ടു നോക്കി മനസ്സിലാക്കി നീണ്ടതാണെന്ന് പറഞ്ഞു. ഒരാള് വാല് കണ്ടു ചരട് പോലെയാണെന്ന് പറഞ്ഞു. ഒരാള് എന്താ പറയാ, അതിന്റെ വയറ് കണ്ടിട്ട് പലക പോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ചിലര് കൊമ്പ് കണ്ടിട്ട് ഘനമുള്ളതാണ്, അവരവരുടെ യുക്തിക്കനുസരിച്ച് ഭാവന ചെയ്തു. എന്നാല് ഈ ആനയെ മുഴുവനായിട്ട് നേരിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് എന്താണ്, അത് എങ്ങനെ ഇരിക്കുന്നു, പൂർണ്ണമായിട്ട് ഇതെല്ലാ ഭാഗങ്ങളും കൂടെ ചേർത്ത് പറയാൻ പറ്റൂ. അങ്ങനെയുള്ളവരാണ് വശിന്യാദി വാഗ്ദേവതകള്. അമ്മയുടെ മാനസപുത്രിമാരാണ്. അമ്മയെ നേരിട്ട് കണ്ട് അമ്മയുമായിട്ട് അടുത്ത് ഇടപഴകുന്ന അവരാണ് നമുക്ക് ഈ 1000 നാമങ്ങൾ തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് അവരുടെ ഭാവനയല്ല, അവര് നേരിട്ട് കണ്ട അവരുടെ അനുഭവമാണ് നമുക്ക് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോ ഈ മഹാശക്തിയെ ഓരോരുത്തരുടെയും ഭാവനയ്ക്ക് അനുസരണമായിട്ട് നമുക്ക് വിചാരം ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് ഓരോന്നും വ്യത്യസ്തമായിരിക്കുന്നു മാത്രം. 4 തലയുള്ള ബ്രഹ്മാവിനോ 5 തലയുള്ള ദേവി ഭർത്താവായിരിക്കുന്ന ശിവനോ 6 തലയുള്ള ഷൺമുഖനോ 1000 തലകളുള്ള അനന്തനോ ദേവിയെ വർണ്ണിക്കാൻ സാധ്യമല്ല. കാരണം ഏത് രൂപത്തിലും താൻ ഭക്തന്മാർക്ക് വേണ്ടി ദേവി അവതരിക്കും. അപ്പോ ആ ഒരു വിവേക ചൂടാമണി പറയുന്ന ജ്ഞാന കർമ്മ ഭക്തി യോഗങ്ങളില് ഭക്തി തന്നെയാണ് ഏകമായിരിക്കുന്ന വഴി. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. ഭക്തി എന്നാൽ എന്ത്? ആ ഭഗവത് ആസക്തി, അല്ലെ? അറ്റാച്ച്മെന്റ് ടു ലോഡ് എന്നൊക്കെ പറയും. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാല് അതിനെ ഒരിക്കലും നമുക്ക് ആ ഒരു വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ദേവിക്ക് ഒരു നാമമുണ്ട്, നാമപാരായണ പ്രീത. അപ്പൊ ദേവിക്ക് സ്വന്തം മക്കള് അമ്മയെ നാമങ്ങളിലൂടെ പ്രകീർത്തിക്കുന്നത് വളരെ ഇഷ്ടമായിട്ടുള്ളവൾ. സൗന്ദര്യ ലഹരി, ലളിതാ സഹസ്രനാമം എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാല് അമ്മയോടുള്ള ആ ഒരു അകൈതവമായിരിക്കുന്ന ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ ഒരു പ്രകടനം തന്നെയാണ്. ഇപ്പൊ പരമേശ്വരൻ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. നമ്മൾ പറയാറുണ്ട് മാറ്റർ ആൻഡ് എനർജി, മാറ്റർ ശിവനും എനർജി ദേവിയാണെന്ന്. പക്ഷെ മാറ്ററായി ഇരുന്നുകൊണ്ട് ഒരിക്കലും മാറ്ററിന് എനർജി ആവാതെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ സാധ്യമല്ല. അതിനെന്താ വേണ്ടത്? ശക്തി വേണം, അല്ലെ? അതാണ് ദേവി.
അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സൗന്ദര്യ ലഹരിയില് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം എന്ന് പറയാൻ കാരണം ശരിക്കും പറഞ്ഞാല് ആ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ദേവിയാണ്. ആ ദേവി തന്നെയാണ് ആ ഒരു എന്താ പറയാ ഈ 3 സൃഷ്ടി സ്ഥിതി സംഹാരം ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ബ്രഹ്മോപേന്ദ്ര ദ്രേവ സംസ്തുത വൈഭവ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ദേവിയുടെ എന്താ പറയാ ഈ വാക്ക് ഭവനം എന്ന് പറഞ്ഞാൽ എന്താ ദേവി താമസിക്കുന്ന വീട് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ പ്രപഞ്ചം എല്ലായിടത്തും അമ്മയുണ്ട്. പ്രപഞ്ചാതീതയാണ് അമ്മ. ഈ പറയുന്ന നമ്മുടെ ശരീരം ഒരു ഭവനമാണ്, ഒരു ആലയമാണ്, ഒരു വീടാണെങ്കിൽ അവിടെയും കുടികൊള്ളുന്നത് ദേവി തന്നെയാണ്. അപ്പൊ ഭവാനി ഭ എന്ന് പറഞ്ഞാല് ശരിക്കും ശക്തിയാണ് അത് കാണിക്കുന്നത്. കാരണം ഒരു സ്ത്രീ ഇല്ലാതെ ഒരു വീട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. എത്ര പുരുഷന്മാര് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയാണ് നമ്മൾ വീടിന്റെ വിളക്കായിട്ട് അല്ലെ. അടുക്കള പാചകം ചെയ്യുന്നത്, പൂജാമുറി ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോ ആ ഒരു സ്ത്രീ ഇല്ലാതെ എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ ഭവാനി ആ ഒരു സ്ത്രീ ശക്തി ഇല്ലാതെ ഒരു വീട് ഒരിക്കലും ഒരു വീടാവില്ല. അതൊരു കാനനം അല്ലെങ്കിൽ ഒരു വനമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് ഭവാനി കാണാൻ പറ്റുമെന്ന് ഈ ഒരു നാമത്തിൽ നമുക്ക് അർത്ഥം എടുക്കാം. ശരിക്കും പറഞ്ഞാല് ആ ഒരു കോസ്മിക് ആക്ഷൻസ് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം തന്നെ ആ ഒരു 3 ശക്തികള് ദേവിയുടെ 3 ശക്തികളിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ സ്ഥാണു എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാണു എന്ന് പറഞ്ഞാല് ആ ഒരു ശക്തി ശിവന്റെ ശക്തിയിലൂടെ മാത്രം. സ്ഥാണു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനങ്ങാത്തത്. അപ്പൊ സ്ഥാണുവിനെ അനക്കുന്നത് ആരാണ്? ശക്തിയാണ്, ദേവിയാണ് അല്ലെ. അപ്പോ ഒരു ശരിക്കും പറഞ്ഞാല് ദേവിയെയാണ് നമ്മൾ അവിടെ പ്രകീർത്തിക്കുന്നത്. കാരണം ശിവനെ പലതാക്കി തീർക്കുന്നത് ഈ നാമരൂപ പ്രപഞ്ചമാക്കി തീർക്കുന്നത് ദേവിയാണ്. ഇപ്പൊ കായേന വാച മനസേന്ദ്രിയർവ എന്ന് പറയുന്നത് എന്താ? ആ ഒരു നമ്മുടെ മനസ്സ്, ശരീരം, ഈ വാക്ക്, ഇന്ദ്രിയങ്ങള് എല്ലാം കൊണ്ടും നമ്മള് ദേവിയെ പ്രകീർത്തിക്കുകയാണ്. അനേക ജന്മത്തെ പുണ്യം വേണം ദേവിയെ പ്രകീർത്തിക്കണമെങ്കിൽ. ആ ദേവിയെ ഉപാസനയിലോട്ട് വരണമെങ്കിൽ ദേവിയുടെ പാദധൂളികൾ കൊണ്ടാണ് ത്രിമൂർത്തികൾക്കും ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്താൻ സാധിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് സൗന്ദര്യ ലഹരി പറയുന്നുണ്ട് അല്ലെ. ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ഷീസ് ഓൾ ഇൻ വൺ. അപ്പൊ എല്ലാം ഒന്നില് എങ്ങനെയാണോ ആ ഒരു എന്താ ഘടിപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ദേവി. പാപതിക്കും കരണീയം എന്ന് ചോദിച്ചാല് ദേവി മാത്രമാണ് സ്മരണീയം ചരണയുഗളം അമ്പായ. അപ്പൊ ആ അമ്മ മാത്രം ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി അല്ലെ, ആ ബ്രഹ്മ ഗീഡജനനി, വിശ്വഭ്രമണകാരിണി, സൃഷ്ടികർത്തി, ബ്രഹ്മരൂപ, പഞ്ചകൃത്യ പരായണ, ഇതെല്ലാം തന്നെ അമ്മയുടെ പല 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 കൃത്യങ്ങളെ കാണിക്കുകയാണ്. ഇപ്പൊ ദേവിയുടെ ആ ഒരു 5 പഞ്ചകൃത്യങ്ങള് എല്ലാം അമ്മ തന്നെയാ ചെയ്യുന്നത്. ആ ചിത്ശക്തി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സ്ഥൂല സൂക്ഷ്മ അന്ധകരണങ്ങള് ആയിട്ടിരിക്കുന്നത് ദേവി തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് ദേവി എന്ന് പറഞ്ഞാല് എല്ലാമാണ്. അതിനപ്പുറം, അതായത് അതിനപ്പുറത്തായിട്ട് ഒന്നുമില്ല. പരാന്ന് കഴിഞ്ഞാൽ പരയ്ക്കപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പോ ഏകൈവാഹം ജഗത്തത്ര ദ്വിതീയാക മമാപര. ദേവി പറയുന്നുണ്ട് ആ ഒരു എന്താ ത്രിപുര ഉപനിഷത്തിൽ പറയണു, ഞാൻ മാത്രമേ ഉള്ളൂ, ഇതിനപ്പുറം ഇതല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല. ഇപ്പൊ ത്രിപുര എന്ന് പറഞ്ഞാല് 3 cities അല്ലെ, 3 വേൾഡ്, അല്ലെങ്കിൽ 3 എന്താ പറയാ തലങ്ങള്, 3 സിറ്റി എന്ന് പറഞ്ഞാല് പുരങ്ങള്. അപ്പോ 3 കാലങ്ങള്, 3 ലോകങ്ങൾ എല്ലാം പറയാം നമുക്ക്. ഭൂർഭുവസ്വ. അപ്പൊ ഭാര്യ, ത്രിപുരാന്തകന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾ, സ്ഥൂല സൂക്ഷ്മ പര സ്വപ്ന ജാഗ്രത സ്വപ്ന സുഷുപ്തി, ത്രിഗുണാത്മിക, ത്രികോണക അല്ലെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണം, അതായത് ശ്രീചക്രത്തിന്റെ ത്രികോണത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ അമ്മയുടെ മന്ത്രം എന്താണ്? 3 കൂടത്തോട് കൂടിയവ ആണ്. 3 ഫോൾഡ് ആണ് അമ്മയുടെ മന്ത്രം. 3 കൂടങ്ങളോട് കൂടിയത്. അപ്പൊ ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തി അല്ലെ. ശരിക്കും പറഞ്ഞ ദേവി ശരിക്കും പറഞ്ഞ മഹാത്രിപുര സുന്ദരി അല്ലെങ്കിൽ മൂലപ്രകൃതി. അപ്പൊ മൂലപ്രകൃതി എന്ന് പറഞ്ഞാല് ക്രിയേഷൻ, അതായത് സൃഷ്ടിക്ക് മുമ്പ് ഉള്ള ശക്തി. അപ്പൊ പ്രണവസ്വരൂപിണി. മാത്രമല്ല ദേവിയെ ത്രിനയന, വലത് കണ്ണ് സൂര്യൻ, ഇടത് കണ്ണ് ചന്ദ്രൻ, മൂന്നാമത്തെ കണ്ണ് അഗ്നി. പിന്നെ ദേവിക്ക് 3 നിറങ്ങൾ പറയുന്നുണ്ട്. ആ 3 ഗുണങ്ങള് കാലത്തെ കാണിക്കണു.
അപ്പൊ ദേവി എന്ന് പറഞ്ഞാൽ എന്താ? കാലസ്വരൂപിണിയും കൂടെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കാണപ്പെടുന്ന എല്ലാം തന്നെ ദേവിയാണ് അല്ലെ? നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എപ്പോഴാണോ ഒരു ഭക്തന് ദേവിയെ അറിയണം എന്ന് തോന്നുന്നത്, അപ്പോ അയാള് ആ ഒരു നൈമിഷികാരണ്യം എന്ന് പറയുന്ന സ്ഥലമാണ്. നൈമിഷികാരണ്യം എന്ന് പറഞ്ഞാല് ഭൂമിയിലുള്ള ഒരു സ്ഥലമാണ് അല്ലെ? അപ്പൊ ഭൂമിയിൽ മാത്രമാണ് തന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പുണ്യം സമ്പാദിക്കാൻ പറ്റിയ സ്ഥലം. ബാക്കി എല്ലായിടത്തും ഓരോ ഇന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പൊ നൈമിഷകാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് എന്നും പ്രവചനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശൗനകാദികള്, അതായത് ആ സൂതൻ, ഈ പറഞ്ഞ രണ്ടുപേരും അവിടെ ചോദ്യോത്തരങ്ങള് നമ്മുടെ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പൊ എപ്പോഴാണോ നമുക്ക് ദേവിയെ അറിയണമെന്ന് തോന്നുന്നത്, അപ്പൊ നമ്മൾ അവിടെയാണോ എന്ന് സങ്കല്പിച്ചോളണം. കാരണം നമുക്ക് അറിവ് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഗുരുക്കന്മാര്, ഗുരുപരമ്പരയിലൂടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഭൂമി അല്ലാതിരിക്കുന്ന വേറെ ഏത് സ്ഥലത്തും ഒരു ഇന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പൊ ഭാരത ഭൂമി എന്ന് പറഞ്ഞാല് ഭ എന്ന് പറഞ്ഞാല് ആനന്ദ ചൈതന്യം എന്നർത്ഥം. രഥം എന്ന് പറഞ്ഞാല് അനുഭവിക്കുന്ന സ്ഥലം. അപ്പൊ ഭാവരാഗ താളത്തിന്റെ സ്ഥലം. മഹർഷിമാരുടെ തപസ് ചെയ്തിരുന്ന സ്ഥലം, ഇപ്പൊ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. അതായത് ഈ ഭൂമി ശക്തികളുടെ ഉറവിടമാണ്. അതായത് 64,000 ഋഷി കുടുംബം നൈമിഷിക അരണ്യത്തിൽ താമസിച്ചിരുന്നു എന്ന് പറയണു. സൂത മഹാമുനി അവിടെയാണ് വസിച്ചിരുന്നത്. അപ്പോ സദാ വേദ ഉപനിഷത്ത് പുരാണങ്ങളെ ചർച്ച നടക്കുന്ന സ്ഥലമാണ് നൈമിഷികാരണ്യം. അപ്പൊ ജീവൻ മുക്തി സ്ഥലം എന്നർത്ഥം. ജീവനോട് ഇരിക്കുമ്പോൾ മുക്തി ലഭിക്കുന്ന സ്ഥലം, അതായത് അനുഗ്രഹം. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ദേവിയുടെ അനുഗ്രഹം അല്ലെ? അപ്പോ ദേവിയുടെ കരുണ. അപ്പൊ അനുഷ്ഠാനമാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. ഈ ഈശ്വര സാക്ഷാത്കാരത്തിന് വിവിധ വഴികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപാസന മാർഗം എന്ന് പറയുന്നതാണ് ഭക്തി. ഇപ്പൊ ബ്രഹ്മ ജിജ്ഞാസയാണ് ആദ്യത്തെ പടി. കലിയുഗം എന്ന് പറഞ്ഞാല് യുഗത്തിൽ ഏറ്റവും മോശമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ? ഈ കാലത്തില് ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ശരണാഗതി അല്ലെങ്കിൽ ടോട്ടൽ സറണ്ടർ മാത്രമാണ് പോംവഴി. അപ്പൊ ആർക്ക് സറണ്ടർ ആകണം, ആർക്കാണ് നമ്മൾ ശരണാഗതി ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഒരിക്കൽ ചെയ്താൽ നമുക്ക് പിന്നെ പിന്മാറാൻ പറ്റില്ല. കാരണം മനസ്സ്, ശരീരം, ബുദ്ധി എല്ലാം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കൽ സറണ്ടർ ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് മാറാൻ പറ്റില്ല. ചെയ്താൽ പിന്നെ ഒരിക്കലും അവിടുന്ന് മാറില്ല. അത് പാപമാണ്. ലളിതാ സഹസ്രനാമത്തില് ഇല്ലാത്തതൊന്നും ഈ ബ്രഹ്മാണ്ടത്തിലില്ല. അപ്പൊ ഇത് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. മറ്റ് ജീവനുകൾക്കും കൂടെ ഇത് മുക്തി കൊടുക്കും. നമ്മൾ ഇത് പഠിച്ചാല് നമുക്ക് മറ്റു ജീവനുകൾ കൂടെ മുക്തിയെ കൊടുക്കാൻ സാധിക്കും. വശിന്യാദി വാഗ്ദേവതകളെ നമ്മൾ വണങ്ങണം. കാമേശ്വര അംഗസ്ഥയായി ഇരിക്കുന്ന കാമേശ്വരിയെ വണങ്ങണം. ആ ലളിതാ സഹസ്രനാമം, അതായത് പരാശക്തി സഹസ്രനാമം 10 ഉണ്ട്, നമ്മൾ ഇതിനു മുമ്പേ കണ്ടു അല്ലെ? അപ്പൊ ഇതിനകത്ത് ഭ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. ആത്മപ്രകാശം എന്നർത്ഥം. രഥം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, ഹാപ്പിനെസ്. അപ്പോ ഭാരതം, അപ്പോ ആത്മപ്രകാശത്തിൽ രമിക്കുന്നവരാണ് ഭാരതത്തിൽ ജനിച്ചവരെല്ലാം എന്ന് അർത്ഥം. വശിന്യാദി വാഗ്ദേവതകള് എന്ന് പറഞ്ഞാൽ 8 ദേവിമാരാണ്. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജൈനി, കൗളിനി, സർവേശ്വരി. ഇവരെഴുതിയ ലളിതാ സഹസ്ര നാമത്തെയാണ് ദേവി കേട്ട് പൊട്ടിച്ചിരിച്ച് ആനന്ദ ഉല്ലാസം ചെയ്തത് അല്ലെ? നമ്മൾ അത് ആദ്യം കണ്ടു. അപ്പൊ വശിന്യാദി ദേവി, അതായത് വശിന്യാദി ദേവി സരസ്വതി എന്ന് നമുക്ക് പറയാം. വാഗ്ദേവതകളെല്ലാം സരസ്വതി സ്വരൂപമാണ്. അവർ 8 പേരാണ് വശിന്യാദികള്. 8 എന്ന് പറഞ്ഞാൽ ഭയം എന്ന് പറയാറുണ്ട്. 8 പൊട്ടാറുണ്ട് ഇല്ലെ? അഷ്ടം എന്ന് പറഞ്ഞാല് മംഗളം, അഷ്ടമം ആയുർഭാവം. നമ്മൾ ജാതകത്തില് അഷ്ടമം ആയുർഭാവത്തെ പറയണു. അപ്പൊ സെന്റർ എന്ന് പറയാറുണ്ട്. അപ്പോ 7+7, അതായത് 7+7 14, 15 തിഥിനിത്യകള്. അപ്പൊ ആമാവാസി മുതൽ പൗർണമി വരെ. ഇതിനെയാണ് നമ്മൾ കാലസ്വരൂപം എന്ന് പറയുന്നത്. 8 എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ നടുഭാഗം, അതായത് ശരീരത്തിൽ 7ാമത്തെ പോർഷൻ ഇടുപ്പാണ്. അപ്പൊ ആ ഇടുപ്പിന് താഴെ, ജനനേന്ദ്രിയത്തിന് താഴെ കുണ്ടലിനിയുടെ മൂലാധാര പത്മം ഇരിക്കുന്നു. ആധാര സ്ഥലമാണത്. അഷ്ടദിക്ക് വളരെ പ്രാധാന്യമാണ്. അപ്പൊ അഷ്ടദേവികൾ ഓരോന്നും ഒരേ സ്വരത്തില് ദേവിയെ കീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവനും ദേവിയും നമ്മൾ സാധാരണ അവരെ നമ്മൾ ഫോട്ടോയിലാണ് കാണാറുള്ളത് അല്ലെ? അവരെപ്പോഴും കാൽഭാഗം മാത്രമേ കണ്ണു തുറക്കാറുള്ളൂ. കാരണം എന്താ? കാരണം ശരിക്കും പറഞ്ഞാല് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് 3/4 ഭാഗവും എന്താ പറയാ, അസത്യമാണ്, സത്യമല്ലാത്തതാണ്. അതുകൊണ്ട് അവര് കാൽഭാഗേ കണ്ണ് തുറന്നു വെക്കാറുള്ളൂ. കാൽഭാഗമേ സത്യമുള്ളൂ എന്നർത്ഥം. സദാ അവര് അന്തർമുഖമായിട്ടിരിക്കണു. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം കേട്ട ദേവി
പൗർണമി പോലെ മുഴുവൻ കണ്ണും തുറന്ന് കേട്ടു എന്ന് പുരാണം. ഈ 8 ദേവിമാര് 8 ദിക്കുകളിൽ ഇരുന്ന് ഒരേ എന്താ പറയാ ഒരേ ധ്വനിയില് ദേവിയെ പാടി ദേവിയെ സന്തോഷിപ്പിക്കുകയാണ്. അപ്പൊ ദേവി ശൃംഗാര ഭാവത്തില് അവിടെ ഇരുന്ന്, അതായത് ആ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത്, അല്ലെ? ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ അനേക കോടി സൗരയൂഥങ്ങളുണ്ട്. സൂര്യമണ്ഡലം, നവഗ്രഹ മണ്ഡലം എല്ലാം ഉണ്ട്. ഇതിൽ ഓരോന്നും ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ സൗരയൂഥവും ഓരോ ഭൂലോകവും ഉണ്ട്. അപ്പൊ ഒരു ബ്രഹ്മലോകം, ഒരു ഇന്ദ്രലോകം, വൈകുണ്ഠം, കൈലാസം എല്ലാം ഉണ്ട് ഓരോ ഭൂഖണ്ഡത്തില്. ഇതിനെയാണ് നമ്മള് ആ ഒരു ബ്രഹ്മാദികള് ബ്രഹ്മ ഇതിനെയാണ് നമ്മൾ ആ ഒരു ബ്രഹ്മാണ്ടങ്ങള് എന്ന് പറയുന്നത്. കാരണം ഈ ബ്രഹ്മാദികൾ എന്ന് പറയുന്നവര് ബ്രഹ്മലോകത്തുള്ള ബ്രഹ്മാവ്, ഇന്ദ്രലോകത്തുള്ള ഇന്ദ്രൻ, വൈകുണ്ഠത്ത് വിഷ്ണു, ഇങ്ങനെയുള്ള കൈലാസത്ത് ശിവൻ, അല്ലെ? ഇവരെയാണ് നമ്മൾ എപ്പോഴും ബ്രഹ്മാദികൾ. അപ്പൊ ബ്രഹ്മാദികൾ ഒരു ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അനേക ബ്രഹ്മാണ്ടത്തിൽ ഇതേപോലെ ഉണ്ട്. അപ്പൊ ഇവിടെ മഹർഷികള്, മുനികള്, മഹാന്മാര്, ദേവി ഉപാസകര് ഒക്കെ ഉള്ള ഒരു സഭയിലാണ് ഈ ലളിതാ സഹസ്രനാമം പറയുന്നത്. അപ്പൊ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടം ഉണ്ടായത്? ഇല്ലാത്തതല്ല ഉണ്ടാകുന്നതെന്ന് നമ്മൾ അറിയണം. ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അടുക്കളയിൽ നമ്മൾ എല്ലാ സാമഗ്രികളും വെച്ചിട്ടുണ്ട്, ഇല്ലേ? കാരണം അതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മൾ പല പല സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്ന് പറയും, ചേർക്കാനുള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധനം അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനെന്താ വേണ്ടേ? അതിന് വേണ്ട വിധത്തിലുള്ള അളവിലെടുത്ത് ചേർത്ത് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പാചക കല എന്ന് പറയുന്നത്. ഒരു ആള് അതിനകത്ത് കയറി പാചകം ചെയ്ത് നമുക്ക് ഭക്ഷണ യോഗ്യമാവണമെങ്കിൽ എന്ത് വേണം? അതിന്റെ എക്സാക്ട് പ്രൊപ്പോർഷനിൽ തന്നെ നമ്മൾ ചേർക്കണം. അത് കൂടിയാലും കുറഞ്ഞാലും ഭക്ഷണ യോഗ്യമല്ല. അതുപോലെ പഞ്ചഭൂതങ്ങള് അതിന്റെ പ്രാകൃത ഭാവത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് വേണ്ട വിധത്തിൽ ചേർത്ത് ഓരോന്നിനും അതിന്റെ ജോലികൾ കൊടുത്ത് എന്താ പറയാ, ഇത് ഓരോന്നും നിർമ്മിക്കുക എന്നതാണ് അമ്മയുടെ ജോലി. അപ്പൊ കുഞ്ഞുങ്ങളെയും അച്ഛനെയും എല്ലാ വസ്തുക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ശക്തിയാണ് അമ്മ, ഇല്ലേ? അമ്മ എന്ന് പറഞ്ഞ പ്രസവിത്രി, പ്രസവിച്ചവൾ, അല്ലെ? തന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ എന്താ പറയാ കേപ്പബിൾ, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം, ജോലി ആ അമ്മയ്ക്കാണ്. ഇപ്പൊ എല്ലാറ്റിനും മൂല കാരണം എന്ന് പറയുന്നത് അമ്മയാണ്, അല്ലെ? ഇപ്പൊ മാതാവ്. അതുകൊണ്ടാണ് ശ്രീമാത്രേ നമഃ എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഈ ഒരു പ്രപഞ്ചത്തെ നമ്മൾ എന്താ പറയാ, പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനം ശ്വാസോച്ഛ്വാസമാണ്. അതിന് വേണ്ടത് വായുവാണ്, അല്ലെ? അപ്പൊ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം വേണ്ട രീതിയിൽ ചേർത്തിട്ടാണ് എന്താ ഈ വായുവിനെ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നമ്മൾ വായുവിനെ നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടണം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് അമ്മ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. അപ്പൊ നമുക്ക് വേണ്ട രീതിയിൽ ഈ ഭൂലോകത്തെ ഉണ്ടാക്കി നമ്മെ അവിടെ താമസിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കുന്നത് ആരാ? ഈ പ്രപഞ്ച ജനനിയായിരിക്കുന്ന സാക്ഷാൽ ജഗദംബികയാണ്. അപ്പം എത്രയോ ലോകങ്ങള്, എത്രയോ ബ്രഹ്മാണ്ടങ്ങള്, അവിടെ ജീവികളുണ്ടോ ഒന്നും നമുക്കറിയില്ല. ഭൂമി എന്ന് പറയുന്ന ഭൂലോകം മാത്രമാണ് നമ്മുടെ വാസസ്ഥലം. അത് ഉണ്ടാക്കി തരുന്ന ആളാണ് ദേവി, അല്ലെ? അമ്മയാണ് ദേവി. അപ്പൊ ദേവി ഈ ബ്രഹ്മാണ്ടത്തെ 5 ശക്തികൾ ഉണ്ടാക്കുന്നു. 5 ശക്തികൾ കൊണ്ട് ഉണ്ടാക്കുന്നു. ചിത് ശക്തി, ആനന്ദശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. 5 മഹാശക്തികൾ. അപ്പൊ ചിത്തം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ഭാഗമാണ്. ചിത് അഗ്നികുണ്ഡ സംഭൂത, ദേവകാര്യ സമുദ്യുത എന്ന് നമ്മൾ ദേവിയെ കുറിച്ച് കേട്ടു, അല്ലെ? അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകർഷേണ പഞ്ചീകൃതമായിരിക്കണം. പഞ്ചഭൂത നിർമ്മിതമാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, നമ്മൾ ഉൾപ്പെടെ, നമ്മുടെ ശരീരം ഉൾപ്പെടെ എന്താണ്? ആ ഒരു പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ ചിത്തം എന്ന് പറയുന്ന അഗ്നികുണ്ഡം, അതിലൊരു സ്പാർക്ക്, അല്ലെ? ഇപ്പൊ ഏത് മിഷനും ഒരു സ്പാർക്ക് വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ ഈ ബ്രഹ്മാണ്ടം എല്ലാം റെഡിയായിട്ട് ഒരു സ്പാർക്ക് വേണം പ്രവർത്തിക്കാൻ, അല്ലെ? അതിങ്ങനെ റെഡിയായി ഇരിക്കണം. ഈ ശക്തിയാണ് നമ്മള് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, തുടങ്ങുന്ന ശക്തി, തുടങ്ങുന്ന സ്ഥലം. അതിനെയാണ് നമ്മൾ ചിത് ശക്തി എന്ന് പറയുന്നത്. എങ്ങനെയാണോ നമ്മൾ ഉപകരണങ്ങള് ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് എന്താ പറയാ, അത് കണക്റ്റഡ് ആവുമ്പോ അത് വർക്ക് ചെയ്യുന്നത് അതുപോലെ. അപ്പൊ ഈ സ്റ്റാർട്ടിങ് പോയിന്റ് അത് ചിത് ശക്തി. ഇപ്പൊ രണ്ടാമത്തതിനെയാണ് നമ്മൾ ആനന്ദ ശക്തി എന്ന് പറയുന്നത്. ആനന്ദം എന്നാല് ദേവി ഉണ്ടാക്കി അത് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ആനന്ദം. എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള തന്റെ ചിത് ശക്തി ചേതനാരൂപമായിട്ട്
പ്രകടമാക്കുന്നതിലുള്ള ആനന്ദം. അപ്പൊ ആനന്ദശക്തി. ഇപ്പൊ സൂര്യൻ, ചന്ദ്രൻ, നവഗ്രഹങ്ങള്, ബ്രഹ്മാണ്ടം, പ്രപഞ്ചം എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാ? ദേവിയുടെ ഈ ആ ആദ്യത്തെ ചിത്ശക്തി തുടങ്ങി ആനന്ദശക്തിയിലൂടെയാണ് ഇതെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ദേവിയുടെ ഇച്ഛപ്രകാരം പഞ്ചഭൂതങ്ങൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അപ്പൊ അവിടെ ക്രിയേഷൻ എന്ന് പറയുന്ന സൃഷ്ടി തുടങ്ങി. അപ്പൊ ഇച്ഛാശക്തി എങ്ങനെയാണ് സൃഷ്ടി, എന്താണ് അതിന്റെ ജോലി? അത് സൃഷ്ടി ചെയ്യണം അല്ലെ? പിന്നെ ജ്ഞാനശക്തി. ഒരു ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ബ്ലൂ പ്രിന്റ് മനസ്സിൽ വരണം. അപ്പൊ ദേവിയുടെ മനസ്സിൽ ആ ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ജ്ഞാനശക്തി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ക്രിയയിൽ കൂടി പ്രാവർത്തികമാക്കണം. ഇതാണ് ക്രിയാശക്തി. ഇപ്പൊ ജലം, വായു, ആ പറയുന്ന പോലെ എന്താ പറയാ, ആറ്റംസ്, ആ ഓരോ ആറ്റംസ് എല്ലാം തന്നെ, അഗ്നി എല്ലാം എങ്ങനെ വേണമെന്നുള്ള അറിവ്, ഇതിനെ എങ്ങനെയാണ് കൂടി ചേർക്കേണ്ടത്, എത്ര അളവിൽ ചേർക്കണം അല്ലെ? ഇപ്പൊ പാമ്പ്, മീന്, ആന, എല്ലാ ജീവരാശികളും എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ എങ്ങനെ വേണം, ഈ മനുഷ്യന്റെ ജീവിതം എങ്ങനെ വേണം അല്ലെ? മൃഗങ്ങളിൽ കരയിൽ ജീവിക്കുന്നത്, പറക്കുന്നത്, ജലത്തിൽ ജീവിക്കുന്നത് എല്ലാം തീരുമാനിക്കുന്നത് ആ ഒരു അവയർനെസ് ആണ്. അതിനെയാണ് ബോധം എന്ന് പറയുന്നത്. എല്ലാത്തിന്റെ ഉള്ളിൽ അതുണ്ട് അല്ലെ? ഒരു ചെടി വളരണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ബോധമുണ്ട്. അപ്പൊ അതിന്റെ ആ താഴോട്ടുള്ള റൂട്ട്സ്, നമ്മൾ മുകളിലുള്ളതിനെ നമുക്ക് അത്ര ചിന്ത എന്ന് പറയാം. അതിന്റെ തല എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വേരുകളാണ്. ചെടികളുടെയൊക്കെ മണ്ണിനടിയിലാണ് അതിന്റെ തല, അതിന്റെ വേരുകൾ. അപ്പൊ ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ എന്നർത്ഥം. അപ്പൊ ഇത് അഞ്ചും എന്താണ്? വന്നാൽ പിന്നെ പ്രപഞ്ചമായി. അതുകൊണ്ടാണ് പഞ്ചീകൃതം എന്ന് പറയാൻ കാരണം. അപ്പൊ ഇത് ഹോൾ യൂണിവേഴ്സ്, ഈ കാണപ്പെടുന്ന സൃഷ്ടപ്രപഞ്ചം മുഴുവനും പ്രകൃതിയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജീവിക്കുന്ന എല്ലാം തന്നെ, ഈ പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെല്ലാം ഒരു പ്രത്യേക ധർമ്മ രീതിയിലാണ് ജീവിക്കുന്നത്. നമുക്കറിയാം അല്ലെ? കാരണം അത് ആ ധർമ്മം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ ജീവിക്കണം എന്ന് അത് ജനിക്കുമ്പോൾ തന്നെ അത് ഉൾക്കൊണ്ടിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് വേറൊരു ഉത്തരവുണ്ട്. 36 തത്വങ്ങളിലൂടെ. 36 തത്വങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഷൺമതങ്ങളെ കുറിച്ച് അറിയണം. ഗാണപത്യം, ആ ഒരു എന്താ പറയാ, സൗരം, ശൈവം, വൈഷ്ണവം, ശാക്തേയം, ആ ഒരു കൗമാരം, ഈ പറഞ്ഞ 6 മതങ്ങള് നമ്മുടെ ഈ ഒരു സനാതന ധർമ്മത്തിലുണ്ട്. ഇതിൽ ഓരോന്നിലും ഓരോ രീതിയിലുള്ള തത്വങ്ങൾ 12, 24, 36 തുടങ്ങിയ തത്വങ്ങള് ഓരോ മതത്തിലും പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ ശാക്തത്തില് 36 തത്വങ്ങള്, 36 ശക്തി തത്വങ്ങളെ 3 ഘടകങ്ങളായിട്ട് പിരിച്ചിട്ടുണ്ട്. 1 ശുദ്ധതത്വം, 2 ശുദ്ധാശുദ്ധ തത്വം, 3 അശുദ്ധ തത്വം. അപ്പൊ ശുദ്ധ തത്വം എന്ന് പറയുന്നത് 5, ശുദ്ധ അശുദ്ധ തത്വം 7, അശുദ്ധ തത്വം എന്ന് പറഞ്ഞാൽ 24. അപ്പോ ഇത് എന്താണ് എന്ന് നമ്മളൊന്ന് ഓടിച്ചു നോക്കാം. കാരണം ശുദ്ധതത്വം എന്ന് പറഞ്ഞാല് ശിവൻ, ശക്തി, സദാശിവൻ, അതായത് സാദാഖ്യ തത്വം, ഈശ്വരൻ, ശുദ്ധവിദ്യ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശ്രീചക്രത്തിന്റെ ബേസ് ആയിട്ട് വരും ഇതെല്ലാം തന്നെ. ശുദ്ധ അശുദ്ധ തത്വം എന്ന് പറയുന്നത് മായ, കല, കാലം, നിയതി, രാഗം, വിദ്യ, കാലം, പുരുഷൻ. ഇനി അശുദ്ധ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ 5, ആ ഒരു പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ 5, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ 5, മഹത് തന്മാത്രകള്, പ്രകൃതി, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇപ്പൊ ശുദ്ധ തത്വം എന്ന് പറഞ്ഞാല് ഒരിക്കലും അത് നാശമില്ലാത്തതെന്ന് അർത്ഥം. സ്വർണം ഒരിക്കലും അഴുക്ക് ആകില്ല അല്ലെ? അഴുക്ക് ചേർന്നത് മറ്റ് പലതായിട്ട് നമുക്ക് തോന്നാം. ശരിക്കും പറഞ്ഞാല് ആക്ച്വലി പറയുകയാണെങ്കിൽ അത് എപ്പോഴും ശുദ്ധമാണ്. ഇപ്പൊ ശിവതത്വം, അതായത് ആ ഒരു ശിവതത്വം എന്ന് പറയുന്നത് ശുദ്ധമാണ്. അതായത് ശക്തി, ശിവതത്വം ശുദ്ധമാണ്, ശക്തിതത്വം ശുദ്ധമാണ്, സദാശിവൻ ശുദ്ധമാണ്. അതായത് സദാശിവൻ എന്ന് പറഞ്ഞാൽ ശിവനും ശക്തിയും ചേർന്നിരിക്കുന്നത്, കാമേശ്വരനും കാമേശ്വരിക്കും ചേർന്നിരിക്കുന്ന അവസ്ഥ, സദാ ശുദ്ധമാണത്. അപ്പൊ ലളിതാ സഹസ്രനാമം മുഴുവനും ഈ അവസ്ഥയാണ്. കാരണം ആ ഒരു ഈശ്വരൻ ശുദ്ധമാണ്. ശുദ്ധവിദ്യ 5. അപ്പൊ ശുദ്ധവിദ്യ എന്ന് പറഞ്ഞ 5 എണ്ണം എന്ന് പറഞ്ഞാല് അത് ഒരിക്കലും അശുദ്ധമാകില്ല, അതെന്നും ശുദ്ധമായിട്ടിരിക്കും. അപ്പൊ ശുദ്ധ അശുദ്ധം. അടുത്തത് എന്താ? 7 തത്വങ്ങൾ അല്ലെ? അതില് പുരുഷൻ എന്നാൽ ജീവനാണ്. ജീവൻ സ്വയം ഈശ്വരനെ മനസ്സിലാക്കുമ്പോൾ പുരുഷനായി. അപ്പൊ പുരത്തിൽ ശയിക്കുന്നവൻ. അപ്പൊ മായയില് നല്ല ചിന്തയുണ്ട്, നല്ലതും ചീത്തയും ഉണ്ടെന്ന് നമുക്ക് പറയാം. കാലം എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും ഉണ്ട്. നിയതി എന്ന് പറഞ്ഞാൽ നിയമം, പ്രകൃതി നിയമം, നല്ലതും ചീത്തയും ഉണ്ട്. രാഗം എന്നും ശുദ്ധവിദ്യ. അപ്പൊ
രാഗം ശുദ്ധ അശുദ്ധമാണ്, വിദ്യ ശുദ്ധ അശുദ്ധമാണ്, മായ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം പരാശക്തിയുടെ. അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ തത്വം എന്ന് വിശ്വാസം എന്തെന്ന് വെച്ചാല് ശാക്തേയം എന്ന് പറഞ്ഞാല് ശിവൻ, ശക്തി, ജീവ, ആ ഒരു പ്രപഞ്ചം അല്ലെ, ഇതെല്ലാം ഇത് നാലും ഒന്ന് തന്നെയാണ്. ഇതാണ് ശാക്തേയര് വിശ്വസിക്കുന്നത്. ഇപ്പൊ കല എന്ന് പറഞ്ഞാല് ശുദ്ധാശുദ്ധ കലയാണ്, കലയുണ്ട്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ശുദ്ധാശുദ്ധമാണ്, അശുദ്ധ ജീവൻ. അതായത് എന്നാൽ ധാരാളം കഷ്ടകർമ്മങ്ങൾ അനുഭവിക്കുന്ന ജീവൻ. അപ്പൊ ഈ ജീവൻ ദേവിയുടെ മായയാകുന്ന ഗർഭകാലം കഴിഞ്ഞിട്ട് പ്രപഞ്ചമാകുന്ന വെളിച്ചത്തിലേക്ക് ശരീരരൂപിയായിട്ട് തലനീട്ടി കടന്നു വരുന്നു അല്ലെ. ഗർഭം എന്ന് പറഞ്ഞാൽ 9 മാസം കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വരണു അല്ലെ, കരഞ്ഞുകൊണ്ട്. എങ്ങനെയാ വരുന്നത്? കരഞ്ഞുകൊണ്ടാ വരുന്നത്. വന്നപ്പോ തന്നെ പഞ്ചഭൂതങ്ങളിലെ 5 കർമ്മങ്ങൾ, അതായത് ഈ ഗ്രഹങ്ങളിലെ 9 കർമ്മങ്ങൾ, ഇതെല്ലാം തന്നെ ആ ജീവന്റെ ഉള്ളില് പ്രവേശിക്കും. അപ്പൊ ഈ ഭൂമിയിലെ മാസത്തെ അത് തീരുമാനിക്കുന്നത് ഇതെല്ലാണ്. 9 + 5 14. അപ്പൊ 15ാമത്തെ നാള് പൗർണമി അല്ലെ, ഇല്ലെങ്കിൽ അമാവാസി, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അങ്ങനെ ഭൂമിയിൽ വന്ന ജീവനില് എല്ലാ ദോഷങ്ങളും ഉള്ളിൽ പോകും. കാരണം ഇവിടെ പ്രപഞ്ചത്തിൽ വച്ചിട്ട് പോകുന്നതെല്ലാം തന്നെ ആ ജീവൻ തിരിച്ച് ശരീരം സ്വീകരിച്ച് വരുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പോകും. ആദ്യം ശ്വാസത്തിലൂടെ, ഇനി മാറ്റർ ആകുന്ന ദേഹത്തിൽ മാറ്റം വരുത്തിയിട്ട് കാര്യമില്ല. അകത്തുള്ള ഈ ഒരു ആ ഒരു ശിവതത്വത്തെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഭൂമിയിലെ പറയുന്ന എല്ലാ ഫംഗ്ഷനുകളും, അതായത് എന്താ പറയാ, നടക്കേണ്ടത് എവിടെയാണ്? മനസ്സിലാണ്. അപ്പൊ ഉള്ളിലിരിക്കുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ബോധതലത്തിലാണ് നമുക്ക് മാറ്റങ്ങൾ വരേണ്ടത്. കാരണം നമ്മുടെ ആദ്യം നടക്കുന്ന ചിന്തകളെല്ലാം എവിടെയാ നടക്കുന്നത്? ഉള്ളിലാ അല്ലെ. എന്നിട്ടാ വെളിയിൽ കർമ്മം നടക്കുന്നത്. അതായത് ദോഷപരിഹാരം. ഇപ്പൊ നമ്മൾ ഇത്രയും ദോഷങ്ങൾ ഒരു കുഞ്ഞിന്റെ പുറത്തേക്ക് കയറി എന്ന് പറഞ്ഞു, നമ്മൾ കണ്ടു. ഇവിടെ വെച്ചിരിക്കുന്നതെല്ലാം ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് കയറി. അതിന് എന്താ ചെയ്യേണ്ടത്? പരിഹാരം എന്താ? ഈ ദോഷപരിഹാരം എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയാ, ഉള്ളിലെ തന്നെ മാറ്റം വരുത്തുക, ഉള്ളിലിരിക്കുന്ന ശക്തിയെ തിരിച്ചറിയുക. കാരണം പാപസമയത്ത് ഗർഭാധാനം അല്ലെങ്കിൽ പ്രസവം എല്ലാം തന്നെ എന്ന് ശരിക്കും പറഞ്ഞാല് സ്ഥിരമായ ദുഃഖങ്ങൾ ആ ജീവന് കൊടുക്കും എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ എന്താ പറയാ, ജാതകം, നമ്മൾ അസ്ട്രോളജി എന്ന് പറഞ്ഞ് ഇതെല്ലാം പറയുന്നുണ്ട്. പാപസമയത്ത് ജനിച്ചു, പുണ്യസമയത്ത് ജനിച്ചു, പുണ്യാത്മാവാണ് ഇല്ലെ, പാപഗ്രഹങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു ജീവന് നിത്യമായ ദുഃഖങ്ങൾ കൊടുക്കുന്നത് പിറവി സമയത്ത്, അതായത് പ്രസവ സമയത്ത് തന്നെ അത് ആ ജീവന് വന്നു ചേരും. ഇതിനുള്ള ഏക പരിഹാരം എന്താണെന്ന് ചോദിച്ചാല് ഉള്ളിലെ ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് ആ ഒരു പരമാത്മാവിന്റെ സമക്ഷം നമ്മൾ സമർപ്പിക്കുക മാത്രമാണ്. കാരണം നമ്മൾ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ അല്ലെങ്കിൽ ശക്തിയെ, ദേവിയെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത്, ആ ഒരു ശക്തിക്ക് നമ്മൾ സമർപ്പിക്കണം നമ്മുടെ എല്ലാ കർമ്മങ്ങളും. കാരണം ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനെന്ന് പറയുന്ന ഈ ശരീരമോ ബുദ്ധിയോ ഒന്നുമല്ല. കാരണം ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവബോധം, ജീവൻ. എന്ത് പോകുമ്പോഴാണോ ശരീരം ജഡമായി തീരുന്ന ആ ജീവൻ, ആ ജീവനെ നമ്മൾ എന്ത് ചെയ്യണം? പരമാത്മാവിന്റെ സമക്ഷം സമർപ്പിക്കണം. സർവം സമർപ്പയാമി അല്ലെ. എല്ലാം, ഒന്നും തൻ്റെതല്ല, ഇതൊന്നും എന്റേതല്ല. ആ ഒരു മന്ത്രം, ആ ഒരു മന്ത്രത്തിന് എന്താ പറയുന്നത്? നമ ശിവായ, നമ നാദസ്വരൂപിണെ. ഇതിൽ നമ എന്ന് പറഞ്ഞാൽ എന്താ എന്നത്? ആ ഒരു മഹാമന്ത്രാണ്. നമ എന്ന് പറഞ്ഞാല് ന മമ, ഒന്നും എന്റേതല്ല, ഒന്നും ഇത് എന്റേതല്ല, എന്റേതല്ല. ഇതിനെയാണ് നമ്മൾ നമസ്കാര മന്ത്രം എന്ന് പറയുന്നത്. എല്ലാറ്റിനോടും എല്ലാറ്റിനോടുമുള്ള, അത് ഏത് മതത്തിലാകട്ടെ, ഒരു ബഹുമാനം അല്ലേ. ഞാൻ എന്നെ അവിടെ സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഒരു ദിവസം ഒരിക്കലെങ്കിലും എന്ത് വേണം? നമ്മള് ആ ഒരു പറ്റുമെങ്കില് താനായിരിക്കുന്ന ജീവാത്മാവിനെ പരമാത്മാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാല് എല്ലാ ദോഷങ്ങൾക്കും അതൊരു നിവൃത്തി ഉണ്ടാകും. നവഗ്രഹങ്ങള് ഇല്ലേ, പഞ്ചഭൂത ദോഷങ്ങള് എല്ലാം തന്നെ. അപ്പൊ ഞാനെന്ന് പറയുന്ന ബോധത്തെ പറ്റുമ്പോഴെല്ലാം എന്ത് വേണം? ഉള്ളിലിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിനായിട്ട് സമർപ്പിക്കണം. കാരണം ആ സമർപ്പണ ഭാവം കൊണ്ട് നമ്മുടെ അഹം എന്ന് പറയുന്ന ശരീരബോധം തന്നെ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് നിവൃത്തി ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് വിട്ടുവരും. കാരണം എല്ലാത്തിന്റെയും ഉടമ, ആ ഉടമസ്ഥൻ ഉണ്ടാക്കിയത് ആരാണ്? ഈ അമ്മയാണ് അല്ലെ. അമ്മയ്ക്ക് മാത്രമേ കർത്തും അകർത്തും അന്യഥാകർത്തും അല്ലെ ആ അധികാരമുള്ളൂ. ഉണ്ടാക്കാനും ഉണ്ടാക്കിയതിനെ മാറ്റി ചെയ്യാനും ഉണ്ടാക്കാതിരിക്കാനും എല്ലാം അമ്മയ്ക്ക് കഴിവുണ്ട്. ഇപ്പൊ ഗർഭപാത്രത്തിൽ നിന്ന്
ആ ഒരു ജലത്തിൽ കടന്ന് 2 കൈകളും കൊണ്ട് ജനേത്രിക്ക് നമസ്കാരം ചെയ്തുകൊണ്ടാണ് പുറത്തു വരുന്നത് ആ ജീവൻ, ആ കുഞ്ഞ്. അല്ലെ? സദാ ശുദ്ധ, ആ ഒരു ശുദ്ധാശുദ്ധത്തിൽ നിന്ന് ശുദ്ധമാകുവാൻ ആ നമഃശിവായ മന്ത്രം ജപിക്കണമെന്ന് പണ്ട് പണ്ട് മുതലേ നമ്മൾ സനാതന ധർമ്മത്തിൽ കേൾക്കാറുണ്ട്. പഞ്ചഭൂത ശുദ്ധിയാണ് നമഃശിവായ മന്ത്രം. നമ ശിവായ. അപ്പോൾ ഒന്നും എന്റേതല്ല, എല്ലാം ആരുടെയാണ്? ശിവന്റെയാണ്. ആ ശുദ്ധ ബോധത്തിന്റെയാണ്, മംഗളകരമായിരിക്കുന്ന വസ്തുവിന്റെയാണ്. അപ്പൊ നമഃശിവായ ജപിക്കുമ്പോൾ അതിന് എത്ര അർത്ഥങ്ങൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താണ്? അശുദ്ധം എന്ന് പറയുന്നത് 24 എണ്ണമാണ് അല്ലെ? അശുദ്ധ തത്വങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞാല് എല്ലാ എന്താ പറയാ, എല്ലാ മെറ്റീരിയൽ വിദ്യ, അതായത് നമ്മൾ ഈ ഭൗതികമായി ഉള്ള എല്ലാ വിദ്യകളും അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? അവിദ്യ ദുഃഖ സംഭവ. അവിദ്യ എന്ന് പറയുന്നത് നമുക്ക് എന്നും ദുഃഖം തരുന്ന ഒരു കാര്യമാണ്. ഒരു ജീവൻ ശരിക്കും പറഞ്ഞാല് ദേവിയാണ് ഉണ്ടാക്കുന്നത്. ജീവൻ ശരിക്കും വന്നിരിക്കുന്ന ദേവിയിൽ നിന്നാണ്, ശിവനിൽ നിന്നാണ് അല്ലെ? പക്ഷേ എന്താ, ശരിക്കും ദേവി ഉണ്ടാക്കി അയക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരെയും. അത് ആ ഒരു പരമശക്തിയുടേതാണ്. അത് വളരെ ശക്തിയുള്ള, ദേവിയുടെ എത്ര ശക്തിയോ അത്രയും ശക്തി ജീവനും ഉണ്ട്. അപ്പൊ അതിന് എല്ലാ കഴിവുകളും ഉണ്ട്. പക്ഷെ അവിദ്യ കാരണം ഒന്നും വെളിവാകുന്നില്ലെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാല് ഡയമണ്ട് ഇൻ ദ മഡ് ഓഫ് ദ ബോഡി എന്ന് പറയാം. കാരണം ഒരു മണ്ണിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഡയമണ്ട്, ഒരു വജ്രം പോലെയാണ് അത്. മണ്ണില് കുഴിച്ചു ചെന്നെങ്കിലേ നമുക്ക് വജ്രത്തിന്റെ പ്രകാശം കാണാൻ പറ്റുള്ളൂ, ഇല്ലേ? അപ്പോ എന്താണ്, ഈ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവൻ ഈ ശരീരമാണെന്നുള്ള ബോധം കൊണ്ട് എന്താ പറയാ, പഞ്ചതന്മാത്രകൾ കൊണ്ട്, പഞ്ചഭൂതങ്ങൾ കൊണ്ട്, എന്താ പറയാ, ആവരണങ്ങൾ കൊണ്ട് എല്ലാം തന്നെ ഈ ഒരു ജീവനെ മറച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ അറിയാൻ സാധിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ അവിദ്യ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു മനുഷ്യൻ ആനന്ദ സ്വരൂപം തന്നെയാണ്. ശരിക്കും നമ്മൾ ശരിക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ട്, അതായത് തെറ്റായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് മാത്രം. എന്താ തെറ്റായിട്ടുള്ള വഴി? ശരീരമാണെന്നുള്ള ബോധം. അനേക ജന്മങ്ങളില് നമ്മൾ ആ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് പോകുന്നത്, അല്ലെ? അപ്പൊ ആ ദുഃഖം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോ എന്താ പറയാ, എല്ലാ അപരാവിദ്യയും മെറ്റീരിയൽ ബെനിഫിറ്റ് കൊടുക്കും. കാരണം ശരിക്കും അത് ഉദരനിമിത്തം ബഹുകൃത വേഷമാണ്. കാരണം ശുദ്ധവിദ്യ, ശുദ്ധാശുദ്ധ വിദ്യ, നമ്മൾ ഇത് രണ്ടും മനസ്സിലാക്കി വേണം ജീവിക്കാനായിട്ട്. കാരണം നമ്മൾ ബാഹ്യമായിട്ടുള്ള എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനും നമ്മൾ ഇന്നിപ്പോ ഒരു എന്താ പറയാ, ജോലിക്ക് നമ്മൾ പഠിക്കണം, ഇല്ലേ? ഇതെല്ലാം തന്നെ ബാഹ്യമായിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നതാണ്. അതെല്ലാം തന്നെ അപരാവിദ്യ തന്നെയാണ്. ഈ പറയുന്ന ശ്രീവിദ്യ, ആത്മാവിനെ അറിയുന്ന വിദ്യയാണ് നമ്മൾ പരാവിദ്യ. അത് മാത്രമാണ് ശുദ്ധവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ ഒരു ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഉദരനിമിത്തം ബഹുകൃത വേഷം. നമ്മുടെ ആ ഒരു നിത്യ കർമ്മങ്ങൾ, നമ്മുടെ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബഹുവേഷങ്ങൾ കെട്ടിയിട്ട് ഇവിടെ ജീവിച്ചു പോണു. ഇതിനെയാണ് നമ്മൾ അശുദ്ധ വിദ്യ. ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ശുദ്ധവിദ്യയെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. അശുദ്ധ വിദ്യ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, ഒരു മാർഗമായിട്ട് എടുക്കുകയും ചെയ്യാം. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 മഹാഭൂതങ്ങള്, 5 പഞ്ചതന്മാത്രകള്, പ്രകൃതി, ബുദ്ധി, ചിത്തം, അഹങ്കാരം, എല്ലാം ഇവ 24 അശുദ്ധ തത്വങ്ങള്. അപ്പൊ നമ്മള് മനുഷ്യനെ സഹായിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ. കാരണം അത് ഓവർഡോസ് ആയിട്ട് എടുത്താൽ നല്ലതല്ല എന്ന് മാത്രമേ ഉള്ളൂ. 36 തത്വങ്ങളെ ഒരു മനുഷ്യൻ അറിയണം. കാരണം ശരിക്കും പറഞ്ഞാല് ആ ഒരു അതിന്റെ റിയാലിറ്റി, അതിന്റെ സത്യാവസ്ഥ എന്താണ്? അപ്പൊ ഇത് അറിയുന്നവൻ മോക്ഷപാതയിൽ സഞ്ചരിക്കാം, അവർക്ക് സാധിക്കും. ഇതിനെയാണ് നമ്മൾ ശാക്തേയം എന്ന് പറയുന്നത്. അപ്പൊ ശാക്തേയം എന്ന് പറഞ്ഞാല് ശിവൻ, ശക്തി, ജീവൻ, പ്രപഞ്ചം, അല്ലെ? ഇത് 4ഉം മൂല കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് 4ഉം ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതില് ശിവൻ, ശക്തി, ജീവൻ എല്ലാം തന്നെ എന്താ പറയാ, ഇൻവിസിബിൾ ആണ്. അപ്പൊ കാണാൻ പറ്റില്ല. പ്രപഞ്ചം മാത്രം കാണപ്പെടുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ 96 തത്വങ്ങള് ശരിക്കും പറഞ്ഞ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണെന്ന് മാത്രം. അപ്പൊ പ്രപഞ്ചം മാത്രം നമ്മൾ ആ ഒരു വെളിയിൽ കാണപ്പെടുന്നു. ജീവൻ ഉള്ളിലാണ്, കാണാൻ പറ്റില്ല, അല്ലെ? ശ്വാസം ഉള്ളിലേക്ക് പോകുന്നുണ്ട്, വെളിയിൽ പോകുന്നുമുണ്ട്. അപ്പോ ഗുപ്തതരം പ്രോക്തം, എല്ലാം ഗുഹ്യതരമാണ്. കാരണം ഇതിനകത്ത് നടക്കുന്നതൊന്നും നമുക്ക് കാണാനോ കണ്ടറിയാനോ സാധ്യമല്ല.
ഇപ്പൊ ജീവോ ബ്രഹ്മൈവ നാ പര എന്ന് പറയാൻ കാരണം എന്താ? ജീവന്റെ സഞ്ചാരം. അപ്പൊ ആ ലൈഫ് ഫോഴ്സ് പവർ എന്ന് പറയുന്നത്, ഈ ഫോഴ്സ് എവിടെ നിൽക്കുന്നു, അത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെ അകത്തേക്ക് പോകുന്നു, ഇതൊന്നും നമുക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പൊ മാസ് മാറ്റർ, ഈ ശരീരത്തെയാണ് നമ്മൾ പറയുന്നത് മാസ് അല്ലെങ്കിൽ മാറ്റർ ഇല്ല. ആ ഒരു ശരീരത്തില് ജീവന്റെ ശക്തി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞാല് ശിവൻ എന്ന ആ ഒരു പരമ ചൈതന്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിനകത്ത് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇതാണ് ശാക്തേയത്തിന്റെ 4 തൂണുകൾ. അപ്പൊ ഈ ജീവന് 3 അവസ്ഥകളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് പശു, പാശം, ദിവ്യം. അപ്പൊ പശു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധാരണ ജീവനെയാണ് നമ്മൾ പശു എന്ന് പറയുന്നത്. പശു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കഴുത്തിൽ ഒരു കയറിട്ട് എന്തെങ്കിലുമായിട്ട് ബന്ധിച്ചിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. അപ്പൊ പാശം എന്ന് പറഞ്ഞാൽ എന്താ? ആ പാശം, അത് ആ ഒരു തത്വമസി നമുക്ക് അറിയാൻ സാധിക്കാതെ ഞാൻ എന്ന്, ശരിക്കും അതാണ് ഞാൻ ആര് എന്നുള്ള ഉണർവ്. അപ്പൊ പാശം എപ്പോഴാണ് നമ്മള് പാശം കൊണ്ട് ബന്ധിക്കുന്നത്? നമ്മൾ പശുവായിട്ടിരിക്കുമ്പോൾ ശരീരമാണ് എന്ന തോന്നൽ കൊണ്ട് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളോടെല്ലാം തന്നെ നമ്മൾ പാശം വെച്ചിരിക്കും. എന്നാൽ എപ്പോഴാണ് ഞാൻ ആര്, ഈ ചൈതന്യമാണ് അല്ലെ, ആ ഒരു തത്വമസി മഹാവാക്യം അത് ഉണരുമ്പോ മാത്രമാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞ ആ രണ്ടാമത്തെ തലത്തിലോട്ട് നമ്മൾ ശരിക്കും പറഞ്ഞ പശു, പാശം, അടുത്തത് ദിവ്യം. ആ ഒരു ദിവ്യ ജീവനാണ് നമ്മുടെ ഉള്ളിലെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഞാൻ അതാണ് എന്നുള്ള ഉണർവ്, ഇതിനെയാണ് നമ്മൾ രണ്ടാമത്തെ ജന്മം, ദ്വിജൻ അല്ലെങ്കിൽ സിവിലൈസ്ഡ് ഫോം എന്നൊക്കെ പറയുന്നത്. മനുഷ്യനായിട്ട് മാറുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മനനം ചെയ്യാൻ കഴിവുള്ളവൻ, ചിന്തിക്കുന്നവൻ അല്ലെ. ഇപ്പൊ സംസ്കാര രൂപമായിട്ട് മാറുക. ഇപ്പൊ മൂന്നാമതായിട്ട് ദിവ്യമായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? തന്റെ ഉള്ളിലെ ഡിവിനിറ്റിയെ, ആ ഒരു എന്താ പറയാ, ദിവ്യമായിരിക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിയാൻ തുടങ്ങണം. ഇപ്പൊ പശു പാശ വിമോചന്യേ നമ, നമ്മുടെ ആ ഒരു ദേവിക്ക് ഒരു നാമമുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ അല്ലെ, പശു പാശ വിമോചിനി. അപ്പൊ അമ്മയ്ക്ക് വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ പശുഭാവത്തിൽ നിന്ന് പാശത്തെ ഇല്ലാതാക്കി മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പശുവിന്റെയും പാശത്തിൽ നിന്ന് മോചനം കിട്ടിയാൽ അവൻ ആരായിട്ട് മാറി? ദിവ്യമായിട്ട് മാറി അല്ലെ. ദിവ്യം എന്ന് പറഞ്ഞാൽ, ദിവ എന്ന് പറഞ്ഞാൽ ദേവന്മാര് പ്രകാശിക്കുന്നത് അല്ലെ. ആനന്ദ സ്വരൂപമാണ് ജീവൻ. ഇപ്പൊ പഞ്ചഭൂതങ്ങള്, നവഗ്രഹങ്ങള്, എല്ലാ ദോഷങ്ങളും മാറി ദിവ്യമായിട്ട് തീരുന്നു. ഇപ്പൊ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്താ? പ്രാരബ്ധ സഞ്ചിത കർമ്മം. ഇപ്പൊ എല്ലാം ശരീരത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ജീവന് ശരീരം എന്നതാണ് ശരിക്കും പറഞ്ഞ ജീവന്റെ ശാപം. അത് ഭൂമി കൊടുക്കുന്നതാണ്. ഞാൻ ഇതാണ് അതാണ് എന്നുള്ള മിഥ്യാധാരണയാണ്. അവസാനം ഈ ശരീരം അശുദ്ധമായത്, എന്താ പറയാ, അശുദ്ധമായത് ഈ ചിന്തകൾ കൊണ്ടാണ്. ഒരു ദിവസം അത് എരിഞ്ഞടങ്ങും. ഈ ഒരു ശരീരത്തെ നമ്മൾ കത്തിച്ചു കളയും അല്ലെ. ഇത് ഉണ്ടാക്കുന്ന ബോധത്തെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ, ഇത് എന്നുള്ള മിഥ്യാധാരണ. അപ്പോ ഈ ജനനം തന്നെ ഞാൻ എന്ന് പറയുന്ന മിഥ്യാബോധം അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണമാണ്. എന്തെന്നാല് ഞാൻ ശരീരമാണെന്നിരിക്കുന്ന മിഥ്യാധാരണ അല്ലെ. അപ്പൊ ആ വ്യക്തിക്ക് മോക്ഷമില്ല. മനസ വാച കർമ്മണ, ഈ ഒരു ചിന്ത മാറ്റിയെടുക്കണം. എന്നാലേ നമുക്ക് കർമ്മബന്ധത്തെ വേർപെടുത്താൻ സാധിക്കൂ. ഇപ്പൊ ശിവൻ ശക്തി, ഈ ഫോഴ്സ് ആണ് നമ്മളെ നടത്തുന്നത്. ഇപ്പൊ ശക്തിയാണ് ശിവത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. ശക്തിയാണ് ശിവനെ പ്രേരിപ്പിക്കുന്നത്. ശക്തി മായാതത്വമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ശിവതത്വമാണ്, ശിവത്വം അല്ലെ. ഇപ്പൊ ശിവന് ശിവത്വം എന്താണെന്നറിയാം. ഇപ്പൊ പ്രപഞ്ചത്തിലെ എന്ത് കണ്ടാലും അത് ശിവമാണ്, ഞാനും ശിവൻ തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസം ശക്തി. ആ ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയുള്ള ആ ഒരു എല്ലാ ജീവനും ശിവനില് ലയിക്കും. അപ്പൊ ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക അല്ലെ. അപ്പൊ ശിവം എന്ന് പറഞ്ഞാൽ സ്ഥാണുവാണ്. അതിന് ആ ഒരു റീബോത്തിലൂടെ, പുനർജന്മത്തിലൂടെ ഞാൻ ശിവോഹം എന്നുള്ള ആ ഒരു എന്താ പറയാ കൺവിക്ഷൻ വരുമ്പോൾ മാത്രമാണ് നമ്മള് ജനനമറ്റീടുമെന്നറിക നാരായണ. അപ്പൊ ആത്മസാക്ഷാത്കാരം മാത്രമാണ് മോക്ഷമാർഗം എന്ന് പറയുകയാണ് ഇവിടെ. അപ്പൊ ശിവശക്തി അത് ഏകത്വം തന്നെയാണ്. ആ ഏകത്വം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അതായത് ചലിക്കുന്നത് ധർമ്മം, ആ ഒരു എന്താ പറയാ, ആ ചലിക്കുന്നത് ധർമ്മം, പിന്നെ ഈ ചലിപ്പിക്കുന്നത് എല്ലാം ശക്തി.
അപ്പൊ അത് ഉള്ളില് ശിവത്തില് അടങ്ങും. ഇല്ലേ? ഇത് വെളിവാക്കുന്ന രഹസ്യ മന്ത്രങ്ങളാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത്. ഇത് ഹയഗ്രീവൻ അഗസ്ത്യ സംവാദത്തില് വെളിവാക്കപ്പെട്ടതാണ്. അപ്പൊ നമ്മള് ഇതിന്റെ തുടക്കം കണ്ടു ഇല്ലേ? ഇതിന്റെ അപൂർവ ഭാഗം, ഉത്തരഭാഗം എല്ലാം കണ്ടു. അപ്പൊ ആ ഒരു രഹസ്യ പ്രത്യേകം ഒരു വാക്ക് നമ്മൾ കണ്ടു, രഹസ്യ സഹസ്രനാമം. രഹസ്യം, അതായത് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സഹസ്രനാമമാണ് രഹസ്യ സഹസ്രനാമം എന്ന് പറയുന്നത്. നമുക്കിത് ഇന്നത്തെ ആ ഒരു നാമവിചാരം ഇവിടെ നിർത്താം. നമുക്ക് എല്ലാവർക്കും ശ്രീമാത്രേ പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ഇതേ നാമങ്ങളിൽ കൂടെ തന്നെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രിയംബലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ പാദത്തിൽ വെച്ച് ഇന്നിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.